ഈ ദ്വീപിൽ മൺസൂൺ സീസണിൽ കപ്പൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് നാട്ടിലിറങ്ങുക. യാത്രക്കാർ കപ്പലിൽ നിന്ന് ദ്വീപിൽ ഇറങ്ങുന്നതിന് വേണ്ടി കപ്പലിന്റെ കിളിവാതിലിനടുത്ത് കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുപോലൊരു ചെറു തോണി അഥവാ കൊന്തളം കപ്പലിന്റെ വാതിലിനടുത്ത് വന്ന് പിടിക്കും. ഇതുപോലുള്ള ചെറു ദ്വീപുകളിൽ എത്തുമ്പോൾ കൊന്തളത്തിൽ ഇറങ്ങുന്നതും കയറുന്നതും സഹയാത്രികർക്ക് എന്നും കൗതുകമുള്ള കാഴ്ചയാണ്. ചേർത്ത് നിർത്തിയ ചെറുതോണിയിൽ ഇതുപോലെയാണ് നമ്മൾ കപ്പലിൽ നിന്ന് ഇറങ്ങുക. ഒരു ദ്വീപുകാരനായി ജനിച്ചാൽ അത്യാവശ്യം കായിക പരിശീലനം നേടുന്നത് സ്വയം ജീവൻ നിലനിർത്താൻ ഉപകാരപ്പെടും. ഇനി ചെറുതോണി കരയോട് അടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കരയോടടുക്കുന്ന കൂറ്റൻ തിരമാലകൾ കൊന്തളത്തേട്ട് ഊഞ്ഞാലാട്ടുമ്പോൾ അതിൽ നിന്ന് ചാടി ഇറങ്ങുന്നതും ഒരു സാഹസിക പ്രവൃത്തിയാണ്. 2-3 ദ്വീപുകളിലാണ് ഇത്തരത്തിൽ സാഹസികമായി മൺസൂൺ സീസണിൽ കപ്പലിറങ്ങേണ്ടത്. അതിൽ ഒന്നാണ് കിൽത്താൻ. മൺസൂൺ സീസണിൽ കപ്പലിറങ്ങാൻ വേണ്ടി നാട്ടുകാർ പിരിവിട്ടുണ്ടാക്കിയതാണ് ഈ ജെട്ടി എന്നുള്ള പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. ലോകം ബുള്ളറ്റ് ട്രെയിനും കേരയിലും എല്ലാം ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ദ്വീപുകാർ ഇങ്ങനെയാണ് കടലിനോട് പൊരുതി ജീവിക്കാൻ പഠിച്ച കിൽത്താൻ ദ്വീപ്.